ഗായ്സ്, ഈ ഒരു വീഡിയോ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരും എല്ലാം കാണുവാണെങ്കിൽ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണം. കാരണം അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഇനി പറഞ്ഞില്ലെന്ന് പറയില്ല. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ഗായ്സ്, സ്കിപ്പ്. നമ്മളിന്ന് വളരെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ വരുന്നത്. ദാറ്റ് ഈസ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ കേരളം മൊത്തം പ്രളയത്താൽ ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് ഈസ് ആൾക്കാരാണെങ്കിൽ ഉടുതുണിയില്ലാതെ മറുതുണിയായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കോണ്ടമായിട്ട് വന്നേച്ചും ഒരു വീഡിയോ ഇറക്കാൻ പോകണം. എന്നിട്ട് പറയാം ഇൻഫോർമേറ്റീവ് എന്ന്. ട്രസ്റ്റ് മീ ഗായ്സ്, ഞാൻ ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് തരാമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രളയത്തിൽ അത്യാവശ്യമായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് നമ്മുടെ ഫോൺ. കാരണം നമുക്ക് റെസ്ക്യൂ മിഷനോ അതേപോലെ നമ്മുടെ റിലേറ്റീവൊക്കെ ജീവനുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പെട്ട് കിടക്കുവാണോ, ആ ഒരു വീട്ടിൽ എന്തെങ്കിലും സീനുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ നമുക്ക് വേണം. അപ്പോൾ ആ ഒരു മൊബൈൽ ഫോൺ വെള്ളത്തിൽ മുങ്ങി പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോൺടാക്റ്റ് ടോട്ടലി അങ്ങ് നിന്ന് പോകും, അഥവാ നിലച്ചു പോകും. അപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ കടയിൽ പോയി വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മൊബൈൽ ഫോണിൻ്റെ കേസൊക്കെ എടുക്കാം. എൻ്റെ പൊന്ന് കാശ്, ഈ പ്രളയത്തിൻ്റെ സമയത്ത് കടയിൽ പോയി അത് വാങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോവും. അതാ പറഞ്ഞത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ ഒരു കോണ്ടമാണ്. ഓക്കെ, അത് എല്ലാവർക്കും അറിയാം. ദാറ്റ് ഈസ് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി ഗവൺമെൻറ് ഇറക്കിയ ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ കാശ് ഇത് യൂസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഫോണിനെ എങ്ങനെ രക്ഷിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? സോ ഗായ്സ്, ഇതാണ് നമ്മുടെ പാക്കറ്റ്. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാം. സത്യം പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങണത്. മിക്കവാറും വീട്ടിൽ ചിലപ്പോൾ തെറിയൊക്കെ കിട്ടും. എന്നാലും ഗായ്സ്, നിങ്ങൾ നാണക്കേട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ഒരു സാധനമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇത് എങ്ങനെയാണ് വെക്കണത് നോക്കട്ടെ. ഇത് ആദ്യം മൊത്തത്തിൽ അഴിച്ചെടുക്കണം ഗായ്സ്. ഓക്കെ, അപ്പോൾ ഗായ്സ് ഇത് അഴിച്ച് ഒരുമാതിരി സ്ട്രെച്ച് ചെയ്യണം. അതിനുശേഷം ഇത് നല്ലപോലെ സ്ട്രെച്ച് ആവുമെന്നൊക്കെയാണ് പറയണത്. നോക്കട്ടെ. യെസ് ഗൈസ്, ഇനി നമ്മുടെ ഫോൺ എടുത്ത് ഇതിനകത്ത് വെച്ചാൽ മതി. സോ ഗൈസ്, നമ്മുടെ ഫോൺ അങ്ങനെ ഫുള്ളി ഇതിൻ്റെ അകത്ത് കയറിയിരിക്കണം. കേട്ടോ, ബാക്കി ഇവിടെ കുറേ പീസ് ലെഫ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പൊക്കത്ത് ഇത്തിരി ഉണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് കാണിച്ചു തരാം. ഗൈസ് കണ്ട, അത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വരെ കറക്റ്റായിട്ട് ഇവിടെ വർക്ക് ചെയ്യും. ഇത് നോക്കിയേ, കണ്ട, ഒരു കലിപ്പില്ല. കറക്റ്റായിട്ട് നമുക്ക് ടച്ചിങ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോൾ വിളിച്ച് നോക്കാം. ആര് വിളിക്കും? അമൽ മൊട്ട, നമ്മുടെ കൂട്ടുകാരൻ അമൽ മൊട്ടേനെ വിളിക്കുക. കണ്ട ഗൈസ്, കറക്റ്റായിട്ട് ഇട്ട്. അവനിപ്പോൾ വീട്ടിലാണ്, അതുകൊണ്ടാണ് അവന് കിട്ടാത്തത്. ഓക്കെ, നമ്മളിത് കട്ട് ചെയ്ത്. കണ്ട, ഒരു കലിപ്പില്ല ഗൈസ്, സൂപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇനി ഇതിൻ്റെ പുറത്തോട്ട് എത്ര വെള്ളം വന്ന് വീണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം ഇത് നല്ല സ്ട്രെച്ചബിളും ആണ്, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ആണ് സെയിം ടൈം. ഇനി ഇത് വാട്ടർ പ്രൂഫ് ആക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചിരാം ഗൈസ്. നോക്കിയോ, ഇതിൻ്റെ അറ്റത്തുള്ള കുറച്ച് സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ നൈസായിട്ട് കെട്ടി വെക്കണം. ഓക്കെ, ഒന്നും കെട്ടി പരിചയമില്ല ഗൈസ്, കൊണ്ടുവന്നു നോക്കട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്, നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ഒരു കുഴപ്പമില്ല. അതെ, ഇത് പ്രൂഫാണ്. ഞങ്ങളിപ്പോൾ കായലിൻ്റെ പറ്റി നിൽക്കുവാണ് ഗൈസ്. നോക്കിക്കും, കണ്ട ഗൈസ്, ഒരു കുഴപ്പമില്ല. ഇനി വേണമെങ്കിൽ ഞാൻ നല്ലപോലെ മുക്കി കാണിച്ചു തരാം. ഒരു മിനിറ്റ് ഗൈസ്, നോക്കിക്കോ. കണ്ട ഗൈസ്, കണ്ട ഗൈസ്, കണ്ട, നമ്മൾ എത്രയൊക്കെ വെള്ളത്തിൽ ഇട്ടെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലതേ. സംഭവം പക്കയായിട്ടാണ് സംഭവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എന്തുവാണ് ഈ ഒരു സംഭവം വാങ്ങി യൂസ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഒരു നാണക്കേടും വിചാരിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. ഇത് വലിയ വിഷയമൊന്നുമല്ല. നമ്മുടെ ഫോണിൻ്റെ ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഉള്ള മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ നേരെ വാങ്ങി വെച്ചത് യൂസ് ചെയ്താൽ മതി. ഗൈസ്, ഈ ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ വൈറലാണ്. ലൈക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അവിടെ ഇവിടെയൊക്കെ ദാറ്റ് ഈസ് ഫോണിനെ യൂസ് ചെയ്ത് നമ്മുടെ ഫോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഐഡിയാസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയായിരിക്കും, ദൈവം ഇവൻ കോപ്പി അടിയാണ്, അവിടുന്ന് കോപ്പി അടിച്ച് ഇവിടുന്ന് കോപ്പി അടിച്ച്. എൻ്റെ പൊന്ന് കാശ്, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ എനിക്ക് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ചിലപ്പോൾ അതിൽ കുറേ ആൾക്കാർക്ക് പോലും അറിയാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ഞാനൊരു സംഭവം ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവരിലെങ്കിലും എത്തില്ല. അറിയാൻ മേലാത്തവർക്കെങ്കിലും ഈ ഒരു ഇൻഫർമേഷൻ കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ഒരേപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു ഐഡിയയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ഈ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ദയവായി പ്ലീസ് തെറി പറയല്ലോ എന്ന് ഞാൻ പറയത്തുള്ളൂ. പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, കൂളല്ലേ? നിങ്ങൾ കൂളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂളല്ലേ ഗൈസ്? കൂൾ. ഓക്കെ, സോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സൽക്കാണ്ട് ബെൽ ലൈക്കാൻ അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചേക്കണം. ഓക്കെ, ചേട്ടാ പൊക്കോ, ചേട്ടാ ഒരു ചേട്ടൻ വഴി വന്നായിരുന്നു. ഓക്കെ, സോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്. ഇറ്റ്സ് മീ സഞ്ജു. ബൈ ബൈ.